ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അതിർത്തി പ്രദേശത്തുള്ളവർ മാത്രമല്ല എല്ലാവരും ഒരു യുദ്ധഭീതിയിലാണെന്ന് തന്നെ പറയാം. ഈ അവസരത്തിൽ യുദ്ധഭൂമിയിൽ നിർണായകമായ ഒരു ഇടപെടലിനായി ഒരുങ്ങുകയാണ് DRDO എന്ന ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. സൈനികരുടെ അപകട സാധ്യത കുറയ്ക്കാൻ മനുഷ്യ റോബോട്ടുകളെ തയ്യാറാക്കുകയാണ് DRDOയിലെ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ. സംഘർഷ മേഖലകളിൽ സൈനിക നടപടികളുടെ മുൻനിരയിൽ ഈ റോബോട്ടുകളെ നിർത്താൻ ആകുമെന്ന് DRDO അധികൃതർ പറയുന്നുണ്ട്. DRDOക്ക് കീഴിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലാബിലാണ് ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ പുരോഗമിക്കുന്നത്. സ്ഫോടനം പോലെ ഉയർന്ന അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യരുടെ ഉത്തരവുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാവുന്ന യന്ത്ര സംവിധാനമാണ് ഇവർ ഇപ്പോൾ വികസിപ്പിക്കുന്നത്. 4 വർഷമായി ഈ പ്രൊജക്റ്റിനായി പ്രവർത്തിക്കുകയാണെന്ന് സെൻറ്റർ ഫോർ സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ഫോർ അഡ്വാൻസ് റോബോട്ടിക്സ് ഗ്രൂപ്പ് ഡയറക്ടർ SC തലോൾ PTIയോട് പറയുന്നു. എല്ലാത്തരം പരീക്ഷണങ്ങളും വിജയകരമായിരുന്നുവെന്നും കാടുകൾ പോലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലും ഹ്യൂമനോയിഡുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു. ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും അതെല്ലാം അതേപോലെ നടപ്പിലാക്കാനുമുള്ള റോബോട്ടിൻ്റെ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ പേശികളെപ്പോലെ ചലിക്കുന്ന ആക്യുവേറ്ററുകൾ, എവിടെ നിന്നും തത്സമയം ഡാറ്റ ശേഖരിക്കുന്ന സെൻസറുകൾ, ലഭ്യമായ വിവരങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്ന കൺട്രോളിംഗ് സിസ്റ്റം എന്നീ 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഒരു ഹ്യൂമനോയിഡ് വർക്ക് ചെയ്യുന്നത്.